ഇന്ന് ഇതേപോലുള്ള ഒരു കടലക്കറിയാണ് തയ്യാറാക്കുന്നത്. കടല വരട്ടി എന്നൊക്കെ പറയാം. കുറച്ച് വ്യത്യാസമായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഹായ് കൂട്ടുകാരെ, സെലം ബ്ലൗസിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഗ്ലാസ് കടല എടുത്തിട്ടുണ്ട്. അപ്പോഴിത് വേവിച്ച് എടുത്തതാണ് ഉണ്ടല്ലോ, നല്ലതുപോലെ വെന്ത് വന്നതാണ്. ഉപ്പും മഞ്ഞൾ പൊടിയും ഇട്ട് വേവിച്ചതാണ്. മീഡിയം തീയിൽ 5 വിസിലാണ് കൊടുത്തെടുത്തത്. അപ്പോൾ വിസിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസം വരും. തീ ഒക്കെ വയ്ക്കുന്നതനുസരിച്ചും കുക്കറിൻ്റെ ക്വാളിറ്റി അനുസരിച്ചും ഒക്കെ വ്യത്യാസം വരും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തയ്യാറാക്കുക. അപ്പോൾ ഒരു ഗ്ലാസ് കടലയാണ് എടുത്തിരിക്കുന്നത്. ഓവർനൈറ്റ് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ്. ഇവിടെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതേപോലെ വറ്റൽമുളക്, ആവശ്യത്തിനുള്ള കറി ലീവ്സ് കൂടി ചേർത്ത് കൊടുക്കുക. ഇവിടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചുമന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയൊരു സവാള, അതേപോലെ 10 കുഞ്ഞുള്ളി ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 പിടി തേങ്ങ, 3 ഏലക്ക, തക്കോല, 2 ഗ്രാമ്പു, പട്ട, 1 ടീസ്പൂൺ പെരുംജീരകം ഇത്രയും ഒന്ന് ക്രഷിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു തക്കാളിപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞതിന് ശേഷമാണ് പൊടി ഐറ്റങ്ങളൊക്കെ ചേർത്ത് കൊടുത്തത്. തക്കാളിപ്പഴമൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വരണം. ഇതിലേക്ക് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങ ചേർത്ത് കൊടുക്കുക. ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിടുക. ഇത് കടല വേവിച്ചെടുത്ത വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കടല വെന്ത വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. മസാലയൊക്കെ വെന്ത് വരാൻ ഒന്ന് അടച്ചു കൊടുക്കുക. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. കണ്ടല്ലോ, നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്.